മൈഗ്രൈൻ തലവേദനയുമായിട്ട് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന രോഗികളും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തവരുമെല്ലാം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ വേദന വരുമ്പോൾ ഇപ്പോൾ പെയിൻ കില്ലർ ഒന്നും ഉപയോഗിക്കാറില്ല, വേദന സംഹാരി മരുന്നുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഇത്തരം ആളുകൾ സാധാരണയായിട്ട് പറയുന്ന 4 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഒരുപാട് പെയിൻ കില്ലേഴ്സ് ആയിട്ട് കഴിക്കുന്നു, അപ്പോൾ ഇനി യാതൊരു പെയിൻ കില്ലറും എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുകയും അതിന്റെ എഫക്റ്റീവ്നെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് പോലും എന്റെ വേദന മാറുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഫെഡപ്പ് ആയിട്ട് അവർ ആ മരുന്ന് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത് അവർക്ക് സൈഡ് എഫക്ട്സിനെ ഭയമാണ്. പെയിൻ കില്ലറുകൾ അമിതമായിട്ട് കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകുക തന്നെ ചെയ്യും, പക്ഷേ നിങ്ങൾ വേദന സഹിച്ചിരിക്കുക എന്നുള്ളതല്ല അതിന് അർത്ഥമാക്കുന്നത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ദിവസേന പെയിൻ കില്ലറുകൾ അനാവശ്യമായിട്ടും ആവശ്യത്തിനും എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പെയിൻ കില്ലറുകൾ 1-2 പ്രാവശ്യം എടുക്കുന്നതുകൊണ്ടൊന്നും സൈഡ് എഫക്റ്റുകളെ ഭയക്കുകയോ അതിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് പേടിച്ച് അതൊന്നും എടുക്കാതിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. മൂന്നാമതായിട്ട് ആൾക്കാർ പറയുന്നതാണ്, എനിക്ക് വേദന സഹിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്, പെയിൻ ത്രഷോൾഡ് വളരെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേദന സഹിച്ചിരിക്കുന്നു എന്നുള്ളത്. നാലാമതായിട്ട് ചിലർ മറ്റു പല മാർഗങ്ങളെയും ഉപയോഗിക്കുന്നു. കോടാലി തൈലം എന്ന് പറയുന്ന ആക്സോയിൽ ആവട്ടെ, വിക്സ്, അമൃതാഞ്ജൻ പോലത്തെ കാര്യങ്ങളാവട്ടെ, യാതൊരു പ്രയോജനവും കിട്ടുന്നില്ലെങ്കിലും ഇളം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക, തലയിൽ തോർത്തുകൊണ്ട് വിരിഞ്ഞു കെട്ടുക എന്നുള്ള പല മാർഗങ്ങളും സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. ഇത്തരം വേദന സഹിച്ചുകൊണ്ട് മാത്രം, അതായത് പെയിൻ കില്ലറുകളെ ആശ്രയിക്കാതെ വേദന പിടിച്ചു നിർത്തുവാനോ കുറയ്ക്കുവാനുള്ള യാതൊരു മരുന്നുകളെയും ആശ്രയിക്കാതെ ഇരിക്കുന്ന ആളുകളിൽ സാധാരണയായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് പതുക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഡിപ്രഷനും ഉറക്കക്കുറവും എല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ക്രോണിക് പെയിൻ ക്യാൻ ലീഡ് ടു ഡിപ്രഷൻ. അതായത് വളരെ കാലം നിങ്ങൾ സഹിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിട്ടുള്ള വേദനയാണെങ്കിലും സഹിക്കാവുന്ന വേദനയാണെങ്കിലും അത് ക്രോണിക് ആയിട്ട് വളരെ വർഷങ്ങളോളം മാസങ്ങളോളം അനുഭവിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതുമൂലം ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയുകയും ഉറക്കമില്ലായ്മ വരികയും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷൻ പോലത്തെ ആങ്സൈറ്റി ഇഷ്യൂസ് പോലത്തെ ഇഷ്യൂസും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം പല കാരണങ്ങൾ കൊണ്ട് മരുന്ന് കഴിക്കാതിരിക്കുകയും മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ രോഗം ഇതുവരെയും കുറയുകയോ മാറുകയോ ചെയ്യാതിരുന്നത് ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ രോഗത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത്. വിശദമായിട്ടുള്ള രോഗനിർണയത്തിനും ഡയഗ്നോസിസിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കാരണം കണ്ടെത്തിക്കൊണ്ടുള്ള ചികിത്സ ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് വേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കാതിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.